നിങ്ങളുടെ പ്രൈവറ്റ് വാഹനം പൊളിക്കാൻ കൊടുക്കുമ്പോൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. ഒറ്റ രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വാഹനം പൊളിച്ചു വയ്ക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ വാങ്ങാനിരിക്കുന്ന പുതിയ വാഹനത്തിന് 25% വരെ നികുതി ഇളവും നേടാം. അതിനായി പരിവാഹനിലെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ നിന്ന് RC ക്യാൻസലേഷൻ അപേക്ഷ നൽകി വാഹനത്തിന്റെ ഒറിജിനൽ RC, ഫിറ്റ്നസ്, ടാക്സ്, പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള രേഖകൾ അതാത് RT ഓഫീസുകളിൽ നേരിട്ട് ഹാജരാക്കേണ്ടതുണ്ട്. വാഹനത്തിന്റെ കാലപ്പഴക്കവും ക്ഷമതയും കണക്കിലെടുത്ത് RTO വാഹനം പൊളിക്കാൻ അനുമതി നൽകുന്നതിലൂടെ വാഹനം പൊളിക്കുന്ന സ്ഥലവും ഏജന്റിന്റെയും വാഹനം പൊളിക്കുന്നയാളുടെയും ഡീറ്റെയിൽസ് നൽകി അധികാരികൾക്ക് തൃപ്തികരമായ രീതിക്ക് വാഹനം പൊളിച്ച ശേഷം ചേസിസ് നമ്പർ കട്ട് ചെയ്ത് മാറ്റുകയും എഞ്ചിൻ നമ്പർ പൂർണ്ണമായും പഞ്ച് ചെയ്തോ ഗ്രൈൻഡ് ചെയ്തോ നീക്കം ചെയ്യുകയും വേണം. പൊതുവെ കട്ട് ചെയ്ത ചേസിസ് നമ്പർ MVD ഓഫീസിൽ ഹാജരാക്കിയാണ് പതിവ്. എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായം തേടാം. അവരുടെ ചാർജുകൾ ബാധകം. ഒരു കാലത്ത് തരംഗമായിരുന്നൊരു വാഹനമാണ് ഇന്ന് ഈ പൊളിക്കാൻ കിടക്കുന്നത്. മാരുതി സെൻ 1993 ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഏകദേശം 8.4 ലക്ഷം യൂണിറ്റുകളാണ് മാരുതി ഈ വാഹനം ഇന്ത്യയിൽ വിറ്റഴിച്ചിരിക്കുന്നത്. LX, VX, AX, SX എന്നിങ്ങനെ പല വേരിയന്റുകളായി ഈ വാഹനം വിപണിയിൽ ലഭ്യമായിരുന്നു. ചെറിയ കുടുംബങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു കാറായിരുന്നു ഇത്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ മൈലേജും സൗകര്യവും നൽകുകയായിരുന്നു അന്ന് ഇതിന്റെ പ്രത്യേകതകളായി പറയുന്നത്. എന്നാൽ ചുള്ളൻ ചെക്കന്മാർക്ക് ഇതൊരു വൈബ് വണ്ടിയായിരുന്നു. 2019 മാരുതി സെന്നിന്റെ ഉൽപ്പാദനം കമ്പനി അവസാനിപ്പിച്ചത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കാറിന് കഴിയാത്തതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്തതുമായിരുന്നു ഇതിനുള്ള കാരണം. മാരുതി സെന്നിന്റെ ഏറ്റവും മികച്ച കാലഘട്ടം 1990 അവസാനവും 2000 തുടക്കവുമായിരുന്നു. 2000 ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിരിക്കുന്നത്. ഏകദേശം 1,20,000 യൂണിറ്റുകളാണ് ആ കാലയളവിൽ വിറ്റഴിച്ചത്. എന്നാൽ 2000 പകുതിയോടെ ഈ വാഹനത്തിന്റെ വിൽപ്പന വളരെയധികം കുറഞ്ഞു തുടങ്ങി. 2000 ശേഷം ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ മികച്ച ഫീച്ചറോട് കൂടിയുള്ള കാറുകൾ എത്തുകയും അതോടെ മാരുതി സെന്നിന്റെ ജനപ്രീതി കുറഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ മാത്രമായിരുന്നില്ല ഈ കാറിന്റെ വിൽപ്പനയുണ്ടായിരുന്നത്. ഈ കാർ മറ്റ് രാജ്യങ്ങളിലും ഉപയോഗിച്ചിരുന്നു. കിഴക്കൻ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ ചില രാജ്യങ്ങളിൽ മാരുതി സെന്നിന്റെ നിരവധി മോഡലുകൾ വിപണിയിലുണ്ടായിരുന്നു. വിദേശ വിപണിയിൽ മാരുതി സെന്നിന്റെ വിജയം ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായിരുന്നു. ചില രാജ്യങ്ങളിൽ ഇത് വലിയ വിജയമായിരുന്നു. മറ്റ് ചില രാജ്യങ്ങളിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. കിഴക്കൻ യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ മാരുതി സെൻ വളരെ വലിയൊരു വിജയമായിരുന്നു. ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും വലിയൊരു ചലനം സൃഷ്ടിക്കാൻ ഇതിന് സാധിച്ചില്ല. 15 വർഷത്തിലേറെ പ്രായമുള്ള പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ 25% വരെ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും. ഇതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യത്തേത്, അംഗീകൃത സ്ക്രാപ്പിംഗ് സെന്ററിൽ വേണം വാഹനം പൊളിക്കാൻ. വാഹനം പൊളിച്ച ശേഷം സ്ക്രാപ്പിംഗ് സെന്ററിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുക. പുതിയ വാഹനം വാങ്ങുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഡീലർക്ക് നൽകിയാൽ മാത്രമേ ഈ പറഞ്ഞ ടാക്സ് ബെനിഫിറ്റ് നമ്മൾക്ക് ലഭിക്കൂ. നോൺ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ലഭിക്കുന്ന ടാക്സ് ബെനിഫിറ്റോളം കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ലഭിക്കാറില്ല. നിങ്ങളുടെ പഴയ വാഹനം പൊളിക്കണം. പക്ഷെ നിങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന RTO ഓഫീസിന്റെ പരിധിയിലല്ല നിങ്ങളുടെ വാഹനം കിടക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വാഹനത്തിന്റെ RC അടക്കം പൂർണ്ണമായ രേഖകളും ചെല്ലാനുകൾ ഉൾപ്പെടെ ക്ലിയർ ആണെങ്കിൽ പരിവാഹൻ വെബ്സൈറ്റിൽ RC ക്യാൻസലേഷൻ അപേക്ഷ കൊടുത്ത ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ RC ഏത് RTO ഓഫീസിലാണോ രജിസ്റ്റർ ആയിരിക്കുന്നത് അവിടെ ഇതിന്റെ ഒറിജിനൽ രേഖകളെല്ലാം കൊണ്ടുപോയി സമർപ്പിച്ച ശേഷം അവിടെ നിന്ന് ഏത് RTO ഓഫീസിന്റെ പരിധിയിലാണോ നമ്മുടെ വാഹനം കിടക്കുന്നത് അങ്ങോട്ടേക്ക് ഓഫീസർ അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ വാഹനം കിടക്കുന്ന സ്ഥലത്തെ RTO ഓഫീസർ ആയിരിക്കും നിങ്ങളുടെ വാഹനം പൊളിക്കുന്നതിനുള്ള പരിശോധനയ്ക്ക് വരിക.
കണ്ടാൽ കൊതിക്കുന്ന രൂപത്തിലിരുന്ന ഒരു മാരുതി സെന്നിനെ കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് മാറ്റാൻ ഒരുപാട് സമയം വേണ്ടി വന്നില്ല. ഒരിക്കലൊരു കുടുംബം അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു നിമിഷമായിരിക്കില്ലേ ഇവൻ്റെ ഡെലിവറി എടുത്ത സമയം. അന്ന് അവർ കരുതിയിട്ടുണ്ടാവും ഇവൻ എന്നും അവരുടെ കൂടെ ഉണ്ടാവുമെന്ന്. ഒരു കുടുംബാംഗത്തെ പോലെ എന്ത് സാഹചര്യം വന്നാലും ഒഴിവാക്കാതെ എന്നും കൂടെ ഉണ്ടാവും. അവരുടെ ജീവിതത്തിലെ ഓരോ സന്തോഷവും ഓരോ സങ്കടവും കല്യാണ വീട്ടിലും മരണ വീട്ടിലും മനസമ്മതത്തിനും നൂലുകെട്ടിനും മല കയറാനും കവലയ്ക്ക് പോകാനും അരട്ടാങ്കി പെട്രോളിൽ ഓടിത്തെളിഞ്ഞ മുത്തായിരിക്കില്ലേ. ഒരു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പ് ഇന്നിവിടെ ഇല്ലാണ്ടാവുന്നത് കണ്ടു നിൽക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ തിരിച്ചറിവ് എല്ലാത്തിനും ഒരു ആയുസ് പറഞ്ഞിട്ടുണ്ട്. എനിക്കും നിനക്കും ഈ പ്രപഞ്ചത്തിനും അത് മാറ്റാനാവില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഇൻ യുവർ ലൈഫ്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ് ഫോർ എ ലോങ് ടൈം.